അവർക്കും സ്വാഗതം. അങ്ങനെ ഹാളിൽ കിടക്കുന്ന വേദ രാത്രി ഉറക്കം കിട്ടാതെ തിരിഞ്ഞു മറിഞ്ഞു കിടക്കുന്ന സമയത്താണ് പുറത്തൊരു നിഴൽരൂപം കാണുന്നത്. അവൾ ഭയത്തോടെ എണീറ്റിരിക്കാണ്. എന്നിട്ട് ജനാലിൻ്റെ അടുത്ത് ചെന്ന് നോക്കണ സമയത്ത് രണ്ടു പേരുണ്ടെന്ന് അവൾക്ക് മനസ്സിലാവാണ്. അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ നിൽക്കാണ്. പെട്ടെന്ന് ഫോൺ എടുത്ത് അവൾ വിക്രമിനെ വിളിക്കുന്നുണ്ട്. എന്താടി വേതാളമേ, നിനക്ക് ഉറക്കമില്ലേ? എന്തിനാടി നീ എന്നെ ഇപ്പൊ വിളിച്ചു? വേദ പതിയെ ശബ്ദത്തിൽ ഹലോ എന്ന് പറയുന്നുണ്ട്. വേദക്ക് പേടി കാരണം ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. എന്താടി പറഞ്ഞിട്ട് തോലക്ക്? അത് പിന്നെ പുറത്താരോന്നോ? അതെ, നീയരൂപം എനിക്ക് ഭയമാകുന്നു എന്നവൾ പറയുമ്പോൾ വിക്രം ലൈറ്റെല്ലാം ഇട്ട് പുറത്തേക്ക് വരുന്ന സമയത്ത് രണ്ടു പേര് കൂടെ ഓടിപ്പോകുന്നത് കാണാണ്. ഇത് കണ്ട വിക്രം വേദയോട് ആരാണവർ? നിനക്ക് മനസ്സിലായോ? എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഉറക്കം വരാതെ കിടന്നപ്പോഴാണ് രണ്ടു പേരെ കണ്ടതെന്ന് പറഞ്ഞ് അവൾ ഭയത്തോടെ നിൽക്കുകയാണ് കേട്ടോ. അവന്മാര് ഓടിപ്പോയിട്ടുണ്ട്, ലൈറ്റ് അണച്ചിട്ട് കഥകടച്ച് കിടന്നോ എന്ന് പറഞ്ഞ് വിക്രം പോവാൻ നിൽക്കുന്ന സമയത്ത് അവൾ അവൻ്റെ കയ്യിൽ പിടിക്കുക. എനിക്ക് ഭയമാണ്, എല്ലാവരും അകത്തല്ലേ കിടക്കുന്നത്, എനിക്ക് പേടിയാണ് ഇവിടെ ഒറ്റയ്ക്ക് കിടക്കാനെന്ന് അവൾ പറയുമ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഇവിടെ നിനക്ക് കാവലിരിക്കണോ? എന്നാലും കുഴപ്പമില്ല, എനിക്ക് പേടിയാണ്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല വിക്രം എന്ന് പറയുന്നുണ്ടാവും. ആകപ്പാടെ വേദ ഭയന്നു പോയിട്ടുണ്ടോ കേട്ടോ. എന്താ ഇത്രയും ധൈര്യശാലിയായ നിനക്ക് ഇപ്പോൾ പേടിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടല്ല, എന്നാലും ചെറിയൊരു ഭയം, അറിയാത്ത സ്ഥലമല്ലേ, വിക്രം ഇവിടെ വന്നിരുന്നാലും മതി, പിന്നെ എനിക്ക് കിടന്നുറങ്ങണം എന്ന് പറയാട്ടോ വിക്രം. പക്ഷെ വിക്രമിന് മനസ്സിലായിരുന്നു വേദയെ തനിച്ച് അവിടെ ഇട്ടിട്ട് അവൾക്ക് ഭയമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു പോവാൻ തന്നെ. അങ്ങനെ വിക്രം നീ കിടന്നോ, ശരി ഞാനിവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞ് അവിടെ ചെയറിലിരിക്കുക. വേദയെ നോക്കിക്കൊണ്ട് അവനിങ്ങനെ ഇരിക്കുന്നുണ്ട്. ആ സമയം അവൾ ഇടയ്ക്കൊക്കെ കണ്ണ് തുറന്ന് അവനെയും നോക്കുന്നുണ്ട്. കുറേപ്പാട് സമയം കഴിഞ്ഞപ്പോൾ വിക്രമിനും നല്ല ഉറക്കം വരികയാണ്. അവനും ഹാളിൽ തന്നെ ഒരു ഭാഗത്തായിട്ട് കിടക്കാണ്. വേദയും വിക്രമും ഹാളിൽ തന്നെ ഒരുമിച്ച് കിടക്കാണ് കേട്ടോ. അറിയാതെ വിക്രം നീങ്ങി നീങ്ങി വന്ന് വേദയുടെ അരികിലായിട്ട് എത്തുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടെ പരസ്പരം കിടക്കുക. വേദയുടെ ദേഹത്ത് അവൻ്റെ കൈ വെച്ചിട്ട് ഉറക്കത്തിൽ എങ്ങനെയൊക്കെയോ അങ്ങനെ ആയിപ്പോയതായിരിക്കും. അങ്ങനെ രാവിലെ നന്ദിനി വന്ന് നോക്കുന്ന സമയത്ത് അത്ഭുതപ്പെട്ടു പോവാട്ടാ. ഹാളിൽ പരസ്പരം കെട്ടിപ്പിടിച്ച് കിടക്കുന്ന വേദയെയും വിക്രമിനെയും കണ്ടതും ശ്രീജേടത്തി എന്നും പറഞ്ഞുകൊണ്ട് ഉറക്കനെ ഒരു വിളിയാണ്. ശ്രീജ് ഓടി വന്ന് നോക്കുന്ന സമയത്ത് വേദയും വിക്രം കിടക്കുന്ന കണ്ടപ്പോൾ ആ ശ്രീജിയും അത്ഭുതത്തോടു കൂടെ സന്തോഷത്തെ നോക്കി നിൽക്കാട്ടോ. എന്താ ഇത് എന്ന് ഉറക്കനെ പറയുമ്പോൾ പെട്ടെന്ന് നെട്ടി എണീക്കാൻ കേട്ടോ. രണ്ടുപേരും കൂടെ പിടഞ്ഞ് മാറണേ. എന്താ ഇത്, ഹാളിൽ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ, വിക്രമിൻ്റെ റൂമിലേക്ക് മാറായെന്ന് ചേ എന്ന് പറയാണ് നന്ദിനി. എന്താ നന്ദിനി അടുത്തി അതിന് എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, ഇവിടെയാണോ കിടക്കുന്നത്? ഇവിടെ എത്ര പോലും ആളുകളുണ്ട്, അവരൊക്കെ എണീറ്റ് വന്നാൽ കാണുമ്പോൾ എന്ത് വിചാരിക്കാനാണ് എടുത്തി? ഇന്നലെ രാത്രി പുറത്ത് എന്തൊക്കെയോ ശബ്ദം കേട്ടു, രണ്ടുപേര് ഇവിടെ ഉണ്ടായിരുന്നു, വിക്രം വന്നപ്പോഴാണ് അവർ ഓടിപ്പോയത്. അപ്പോൾ ഭയം തോന്നിയപ്പോൾ വിക്രമിനോട് ഇവിടെ ഇരിക്കാമെന്ന് ചോദിച്ച് രാത്രി ഉറക്കത്തിൽ എങ്ങനെയോ ആയിപ്പോയതാണ്, അല്ലാതെ ഒന്നുമല്ല എന്ന് പറയാട്ടോ. ഓഹോ, ഞങ്ങളെന്താ ചെറിയ കുട്ടികളാണോ നിങ്ങൾ പറഞ്ഞ പൊട്ടക്കഥ വിശ്വസിക്കാൻ? നീ രണ്ടുപേരെ കണ്ടെങ്കിൽ അവർക്ക് എവിടെ, ഞങ്ങളെന്താ അറിയാഞ്ഞത് എന്ന് നന്ദിനി ചോദിക്കുക. അപ്പോഴേക്കും കമലാമ്മ അങ്ങോട്ട് വരുന്നുണ്ട്. കമലാമ്മ സത്യമായിട്ട് അമ്മേ എന്ന് പറഞ്ഞ് വിക്രം പറയും. എനിക്ക് വിശ്വാസമായടാ, നീ പോയി ഫ്രഷ് ആവ്, ശ്രീജയ അവർക്ക് കാപ്പി എടുത്തു കൊടുക്ക് എന്ന് പറയാണ്. ഒരു ചിരിച്ചോടെ തന്നെ ശ്രീജയും അവിടെ നിന്ന് പോവാണ്. അങ്ങനെ വിക്രമും ബാത്റൂമിലേക്കായി പോകുമ്പോൾ നന്ദിനിയെ നോക്കിയിട്ട് വേദ ഒരു നാണത്തോടെ ചിരിക്കാൻ. നന്ദിനിയെടുത്തി ഇത് ഇനി എൻ്റെ വീട്ടിലേക്ക് വിളിച്ചറിയിക്കല്ലേ, എനിക്ക് നാണം വരുന്നു. ഇനി ഇത്രയും പെട്ടെന്ന് അടുത്ത 10 മാസമാകുമ്പോഴേക്കും അവരുടെ കയ്യിൽ ഒരു കുഞ്ഞിന് കൊടുക്കാനുള്ളതാണ് എനിക്കെന്ന് പറഞ്ഞ് പോകുമ്പോൾ എടി നീ വെറുതെ പറയാന്ന് എനിക്കറിയാന്ന് നന്ദിനി പറയുമ്പോൾ അന്ന കുഞ്ഞുണ്ടായതിനു ശേഷം വിശ്വസിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഒരു പുഞ്ചിയുടെ കൂടെ നന്ദിനിയെ ഒന്ന് ആക്കിയിട്ട് വേദ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ ശ്രീജയോട് കമലാമ്മ പറയുന്നുണ്ട്, വിക്രമിന് ഒരുപാട് മാറ്റണ്ടല്ലേ, അവൻ ഇങ്ങനെ മാറുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ആ അമ്മേ, അവൻ മാറണം, അവന് വേദയൊത്ത് നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവണം, പിന്നെ പഴയ വിക്രമിനെ നമുക്ക് തരികയും വേണം വേദ എന്ന് പറയുന്നുണ്ട്. വേദ അത് കേട്ടുകൊണ്ട് അങ്ങോട്ട് വരുന്നുണ്ട്. അമ്മ പേടിക്കേണ്ട, അമ്മയുടെ മോനെ പഴയ വിക്രമായിട്ട് ഞാൻ തരുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ മാഷാണെങ്കിലോ വരുമ്പോൾ അതെ മോളുടെ മനസ്സിലിരുന്നാൽ മതി, ആ ആഗ്രഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല, അവനൊരിക്കലും നന്നാവാൻ പോകുന്നില്ല. എപ്പോഴും മാഷെന്തിനാ ഓരോരുത്തരെ ഇങ്ങനെ അടിച്ചാക്ഷേപിക്കുന്നത്? എത്രയോ കുട്ടികളെ പഠിപ്പിച്ച മാഷി എന്താ ഇങ്ങനെ സ്വന്തം മോൻ നന്നാവില്ലെന്ന് പറയുന്നത്? അങ്ങനെ പറയാൻ പാടില്ല മാഷെ. എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു പ്രതീക്ഷ വേണം. നമ്മൾ എപ്പോഴും ചവിട്ടിത്താഴ്ത്തുമ്പോൾ അവർക്കത് വല്ലാതെ വേദനയായിരിക്കും. മാഷിനത് മനസ്സിലാവാത്താണ്. മാഷ് അംഗീകരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ മാത്രമുള്ളൂ. വിക്രമ് മാഷിൻ്റെ ഒരു മോനെ എന്നുള്ള വിളിക്ക് വേണ്ടി നല്ലൊരു വാക്കിനായിട്ട് വിക്രം എത്ര ആഗ്രഹിക്കുന്നുണ്ടാവും. വിക്രം ഇതെല്ലാം പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടായി, അവൻ്റെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. മാഷ് വീണ്ടും പറയും,
അങ്ങനെ ഒരുപാട് വിളിച്ചു നടന്നതാ. എന്നിട്ട് അവൻ എന്നെ ചതിച്ചു. ഇല്ല മാഷേ, ഒരിക്കലും അറിഞ്ഞുകൊണ്ട് വിക്രം ആരെയും ചതിക്കില്ല, മാഷിനെയും ചതിക്കില്ല. മാഷ് ഇത്രയും കാലം തോളിൽ കയറ്റി നടന്നിട്ടോ സ്വന്തം മോൻ എന്തുകൊണ്ട് മനസ്സിലാക്കിയില്ല? ആദ്യം വിക്രമിനെ മനസ്സിലാക്കാൻ ശ്രമിക്കണമായിരുന്നു. ഞാൻ ഇവിടേക്ക് വന്നിട്ട് ആകെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. എന്നാലും വിക്രം എന്താണെന്ന് എനിക്ക് നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി മാഷിൻ്റെ മനസ്സിലുള്ള തെറ്റിദ്ധാരണയ്ക്ക് മാറ്റിയിട്ട് അവനെ ഒന്ന് ചേർത്ത് പിടിച്ചു നോക്ക്. അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ എല്ലാ വിഷമവും മാറും. പഴയ വിക്രമിനെ നിങ്ങൾക്ക് തന്നെ തിരിച്ചെടുക്കാൻ വേണ്ടി പറ്റും. എനിക്ക് നല്ല ഉറപ്പുണ്ട്. മാഷി അതിനു വേണ്ടി മകനോട് സ്നേഹത്തോടൊന്ന് സംസാരിക്ക്. അവൻക്ക് എന്ത് പറ്റിയതാണെന്ന് അന്വേഷിക്ക്. അല്ലാതെ എപ്പോഴും ശാപവാക്കുകളും കുത്തുവാക്കുകളും കൊണ്ട് പറയാതെ ആ മകൻ്റെ മനസ്സൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. എത്രയോ കുട്ടികളെ പഠിപ്പിച്ച മാഷി ആ കുട്ടികളുടെ മനസ്സറിയാലോ. എന്നിട്ടും എന്താ സ്വന്തം മോൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു ഇല്ലായിരുന്നത് എന്ന് വേദ ചോദിക്കുമ്പോൾ തല കുനിച്ചു പോവാണ് മാഷി. അപ്പുറത്ത് നിന്ന് കണ്ണ് തുടച്ചോട് തന്നെ വിക്രം പോകുന്നുണ്ട്. താൻ ചെയ്തത് വലിയൊരു അപരാധമാണെന്ന് മാഷിന് അന്നേരം തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ മാഷി വിക്രമിനെ ഇങ്ങനെ നോക്കുന്നൊക്കെ ഉണ്ട്. വിക്രം പോകുമ്പോഴൊക്കെ അയാളുടെ മനസ്സ് തൻ്റെ മോനെ ഒരുപാട് സ്നേഹിക്കുകയും അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലാൻ വേണ്ടി ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ മാഷാണെങ്കിലോ എന്നാൽ ഇതൊന്നും തുറന്ന് പറയാനാവാതെ മാഷി കമലയോട് പറയുന്നുണ്ട്, വേദമോള് എൻ്റെ കണ്ണ് തുറപ്പിച്ചു. ഞാൻ തന്നെ അവനെ അകറ്റി നിർത്തി. എന്നോ അവനെ എന്നിലേക്ക് കിട്ടണമേ, എൻ്റെ സ്നേഹത്തോടൊരു വാക്ക് മാത്രം മതിയായിരുന്നു. പക്ഷേ അപ്പോഴും ഞാൻ അവനോട് ദേഷ്യം കാണിച്ചു എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ പതിയെ പതിയെ വിക്രം തൻ്റെ പഴയ ജീവിതം മറന്ന് പുതിയ ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങാണ്.